ജമ്മുകശ്മീരിൽ കിഷ്ത്വാറിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു സൈനികന് വീരമൃത്യു. പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, അങ്ങനെ അതിർത്തി മേഖലയിൽ ജമ്മുവിൽ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഗൂഗിൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജമ്മു കശ്മീരിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇന്ന് വൈകിട്ട് കിഷ്ത്വാറിൽ ഉണ്ടായത്. കിഷ്ത്വാറിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും ഇവരുടെ സാന്നിധ്യമുണ്ട് എന്നുമുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിനിടെയാണ് പിക്കൽ ദുഗഡ വനമേഖലയിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് പരിക്കേറ്റു. അതിൽ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. 3 സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ പ്രദേശത്ത് കൂടുതൽ സൈന്യത്തെ എത്തിച്ച് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ലഭിച്ച പ്രദേശം സൈന്യം ഇപ്പോൾ വളഞ്ഞിരിക്കുകയാണ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സമാനമായ ഏറ്റുമുട്ടലുകൾ ജമ്മു കശ്മീരിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്തും അതിർത്തിയിലും നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയ. ജമ്മു കാശ്മീരിലെ ഏറ്റുമുട്ടലിൽ ഒരു സൈനികർ വീരമൃത്യു. ഇപ്പോഴും സൈനികർ ഒളിച്ചിരിക്കുന്ന താവളം എന്ന് സംശയിക്കുന്ന മേഖല സൈന്യം വളഞ്ഞിട്ടുണ്ട്. ഏതായാലും അവിടെ ഏറ്റുമുട്ടൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ബൽറാം നൽകുന്ന വിവരം.